നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഹോളിവുഡ് വിദേശ സിനിമകൾക്ക് 100% താരിഫ് ഇട്ടു. ഇതാ ലോക സിനിമ വ്യവസായത്തിന് ട്രംപിന്റെ വക ഒരു മാസ്റ്റീവ് ഷോക്ക്. അമേരിക്കൻ സിനിമാ വ്യവസായത്തെ വിദേശ സിനിമാ വ്യവസായങ്ങൾ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ആരോപിച്ച് US പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്തു. ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മിഠായി എങ്ങനെ മോഷ്ടിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ വ്യവസായത്തെ മറ്റ് രാജ്യങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. രാഷ്ട്രീയ എതിരാളികളുടെ അതിർപ്പ് മറികടന്നാണ് പ്രസിഡന്റ് ട്രംപ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്ന കാര്യം ഇന്ന് ഏറെ ചർച്ചയാവുകയാണ്. ദുർബലനായ ഗവർണറുള്ള കാലിഫോർണിയയാണ് ഇത് ഏറെ ബാധിച്ചിരിക്കുന്നത്. അതിനാൽ ദീർഘകാലമായി US സിനിമകളെ ബാധിച്ച ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നം പരിഹരിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും ഞാൻ 100% തീരുവ ചുമത്തുന്നു. വിദേശ സിനിമകൾക്ക് ചുമത്തുന്ന നികുതി അത് ഡിജിറ്റൽ വിതരണമായതുകൊണ്ട് ചരക്കിന് ഏർപ്പെടുത്തുന്ന നികുതി അല്ല, മറിച്ച് ഡിജിറ്റൽ സേവനത്തിന് നൽകുന്ന നികുതി എന്ന ഗണത്തിലാവും ഏർപ്പെടുത്തുക. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി തുടങ്ങിയ US ആസ്ഥാനമായുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നതെങ്കിലും ഇന്ത്യയിലെ C5, ജിയോ ഹോട്ട്സ്റ്റാർ, ചൈന, ദക്ഷിണ കൊറിയ എന്നിവയും ആഗോളതലത്തിൽ സാന്നിധ്യമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. ഇവരെ ട്രംപിന്റെ ഈ തീരുമാനം മൊത്തത്തിൽ ബാധിക്കും. ഇത് മറ്റ് രാജ്യങ്ങളും തുടർന്നാൽ സിനിമാ വ്യവസായം അവതാളത്തിലാവുമെന്ന് ഉറപ്പ്.